VM സുധീറിനെതിരെ വിമർശനവുമായി പന്തളം സുധാകരൻ. കെ സുധാകരനെ വിമർശിക്കുന്നവർ ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള വിദൂര സാധ്യതകൾ പോലും നിലവിലില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. VM സുധീറിന്റെ പ്രസ്താവന അനവസരത്തിലാണെന്നും പന്തളം സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം KPCCയുടെ നേതൃയോഗം ചേർന്നു. ആ നേതൃയോഗത്തിന് ശേഷമാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ പാർട്ടി ദേശീയ നേതൃത്വത്തിനെതിരെ അടക്കം രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസിനുള്ളിൽ അച്ചടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. കാര്യം ആരുടെ മുഖത്ത് നോക്കിയും ഏത് പാർട്ടി ഔദ്യോഗിക ഫോറത്തിലും അതിശക്തമായ വിമർശനം നടത്താനുള്ള ഒരു ചങ്കുറ്റവും അതിനുള്ളൊരു ചങ്കുറ്റമുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ചിലത് ഒരു അസ്ഥാനത്തായി പോകുന്നില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. ഒരു വൈബ്രൻസി കെ സുധാകരനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് താങ്കൾ അടക്കം പറയുമ്പോൾ മറുവശത്ത് നിന്ന് ആ കെ സുധാകരൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അത് എവിടെ നിന്നോ ഉയരുകയാണ്. ആ ആവേശം നിലനിർത്താൻ കഴിയേണ്ടത് അദ്ദേഹത്തിന് മാത്രം ചുമതലയല്ല. ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ എല്ലാ തട്ടുകളിലുമുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ്. അതാണ് കാരണം. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് പകരം പ്രസിഡൻറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രസിഡൻറ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ പ്രസിഡൻറ്റിനെ കൂടുതൽ മഹത്വവൽക്കരിക്കുക മാത്രമല്ല സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഉണ്ട്. ഇപ്പോൾ എന്തായാലും വിദൂരതയിൽ പോലും ഒരു KPCC പ്രസിഡൻറ്റിനെ മാറ്റുന്ന ചർച്ചയില്ല. അങ്ങനെ ഒരു സാഹചര്യമില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസ് ജനപ്രതിനിധികളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്. അത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാകാം, പുറത്തുനിന്ന് ഒരാളാകും, എന്തായാലും ഒരു ഇന്ത്യക്കാരനാകും. അങ്ങനെ അപ്പോൾ താങ്കൾ KC വേണുഗോപാലിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല? ഒരിക്കലുമില്ല, തള്ളിക്കളയാൻ പറ്റൂലല്ലോ. BJP-യിലേക്കില്ലെന്ന പന്തളം സുധാകരൻ. BJP-യിലേക്ക് പോകുന്നെന്ന പ്രചാരണം പരിഹാസ്യം. പാർലമെന്ററി രംഗത്തേക്ക് വരാൻ ഇപ്പോഴും താൽപര്യമുണ്ട്. തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. മുല്ലപ്പള്ളിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടിയിരുന്നില്ല എന്നും പന്തളം സുധാകരൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കളെ BJP ലക്ഷ്യമിടുന്നുണ്ടെന്നും, അതായത് സംസ്ഥാനത്ത് ഒരുപക്ഷെ നിർണായകമായ പദവികളിലേക്ക് അവരെ എത്തിക്കാനുള്ള അല്ലെങ്കിൽ പാർട്ടി പദവികളിലേക്ക് എത്തിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. അവിടെ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പേരടക്കം അല്ലെങ്കിൽ പന്തളം സുധാകരനെ BJP ലക്ഷ്യമിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം പരിഹാസമാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനോടുള്ള ഒരു പുച്ഛമാണ്. കാരണം പിന്നെ അതിനകത്തൊരു പ്രത്യേകതയില്ല. ഒരിക്കൽ ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു, കെ സുധാകരൻ BJP-യിലേക്ക് പോകുന്നു, KV തോമസ് പോകുന്നു. എന്തിനാ നമ്മുടെ VD സത്യൻ, രമേശ് ചെന്നിത്തലയും എല്ലാം. ഈ വാർത്ത വന്നപ്പോൾ എന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ ശ്രീ രമേശ് ചെന്നിത്തലയും VD സത്യനൊക്കെ വിളിച്ചു പറഞ്ഞു, പന്തളം ഇതുകൊണ്ട് അത് അറിയേണ്ട കാര്യമില്ല, ഞങ്ങളൊക്കെ പോലും BJP-യിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ ഒരു തന്ത്രമാണ്. അതായത് കൊള്ളാവുന്നവരുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിനപ്പുറം അതൊരു പാർലമെൻ്ററി രംഗത്തേക്ക് തിരികെ വരണം എന്ന ആഗ്രഹമില്ലാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പാർട്ടിക്കാരനും ഇല്ല, എത്ര വയസ്സായാലും. അപ്പം എന്നെപ്പോലൊരു ആളിൻ്റെ ഞാൻ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. മറ്റഴിമതി ആരോപണങ്ങളോ മറ്റ് തരത്തിലുള്ള ദുരാരോപണങ്ങളോ ഒന്നും എൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗ്യം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് പാർട്ടി എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ ആ തീരുമാനത്തിന് സീറ്റ് തരികയാണെങ്കിൽ സ്വീകരിക്കും, തരുന്നില്ലെങ്കിലും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അക്കാര്യത്തിൽ ഒരു നിസ്സംഗനാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് വന്നത് തന്നെ വലിയ ഒരു ആവേശമുണ്ടാക്കിക്കൊണ്ടാണ്. കാരണം പ്രസിഡന്റ് മാറണോ വേണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ട എന്നെ സംബന്ധിച്ചുള്ള അന്ന് മാറേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ജയിച്ച് അതിശക്തമായ ഒരു മുന്നേറ്റം നടത്തിയ KPCC ശ്രീ മുല്ലപ്പള്ളി അഹമ്മദ്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭയിലാണ് ദയനീയമായ പരാജയം ഉണ്ടായത്. എന്തായാലും KPCC പ്രസിഡന്റിനെ മാറ്റി. അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞൊരു വൈബ്രൻസി ഉള്ള പ്രസിഡന്റ് എന്നുള്ള മുല്ലപ്പള്ളിയുടെയും ശ്രീ കെ സുധാകരൻ്റെയും പ്രവർത്തന ശൈലി, സ്വഭാവ ശൈലി രണ്ട് ധ്രുവങ്ങൾ നല്ല വലിയ വ്യത്യാസമാണ്. പക്ഷേ ഈ വൈബ്രൻസി ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയത്. അതാണ് ഒരു യാഥാർത്ഥ്യം. പന്തളം സുധാകരൻ ന്യൂസ് 18-നുമായി സംസാരിക്കുകയായിരുന്നു. ഡാനുമായാണ് സംസാരിച്ച. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ ഇതിൽ
സുധീറിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. കെ സുധാകരനെതിരായ പരാമർശങ്ങൾ അനവസരത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിനെ മാറ്റാനുള്ള സാധ്യത വിദൂരമായി പോലും കാണാൻ കഴിയില്ല എന്നടക്കം അദ്ദേഹം തുറന്നു പറച്ചിലുകളും നിലപാടുകളും എല്ലാം വ്യക്തമാക്കുകയാണ്. ബിജെപിയിലേക്ക് താൻ പോകില്ല, അങ്ങനെ ഉള്ള പരാമർശങ്ങളൊക്കെ പരിഹാസ്യമാണ് എന്നടക്കം പറയുന്നു. പാർലമെന്ററി രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുകയാണ്. എങ്ങനെ കാണണം പ്രതികരണത്തെ? എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്? രജനി, പന്തളം സുധാകരൻ BJPയിലേക്ക് ചേക്കേറിയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത്. അത്തരത്തിൽ പ്രതികരണം തേടുന്ന സമയത്താണ് അദ്ദേഹം കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതിനോട് പരിഹാസം മാത്രമേ ഉള്ളൂ. പന്തളം സുധാകരന്റെ സഹോദരൻ നേരത്തെ BJPയിലേക്ക് പോയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം അത്തരമൊരു നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരം വാർത്തകൾ ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ താൻ ഒരിക്കലും കോൺഗ്രസ്സുകാരനായാണ്, കോൺഗ്രസ് കുടുംബത്തിലാണ് ജനിച്ചത്, കോൺഗ്രസ് വിട്ട് എങ്ങോട്ടുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായി അദ്ദേഹം എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ: KPCC നേതൃയോഗത്തിന് പിന്നാലെ VM സുധീരൻ പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല അടക്കം VM സുധീരനുമായി നേതൃത്വം ചർച്ച നടത്തണമെന്ന് പറഞ്ഞു. K മുരളീധരനും സമാനമായ രീതിയിലുള്ള അഭിപ്രായം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അനവസരത്തിലാണ് എന്ന വിലയിരുത്തലുമായി നിലപാടുമായി പന്തളം സുധാകരൻ രംഗത്തെത്തുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, KPCC അധ്യക്ഷനെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ K സുധാകരന് അനാരോഗ്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളുമൊക്കെ പ്രചരിക്കുന്നതിനിടയിൽ കൃത്യമായി KPCC വക്താവ് കൂടിയായ പന്തളം സുധാകരൻ വ്യക്തമാക്കുന്നു, അങ്ങനെ ഒരു സാധ്യത വിദൂരത്തിൽ പോലുമില്ല. കാരണം K സുധാകരന്റെ നേതൃത്വത്തിന് പാർട്ടിയിൽ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു. യുവാക്കളെ ആവേശഭരിതരാക്കാൻ K സുധാകരൻ KPCC അധ്യക്ഷനായതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് K സുധാകരനെ മാറ്റിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യം നിലവിലില്ല. K സുധാകരൻ തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നതും. രഞ്ജിനി, ഞാനിതിലെ